പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോവുകയാണ്. എല്ലാം കലങ്ങി മറിയുന്നു എന്ന് തന്നെ പറയാം. വലിയ ആഘോഷത്തോടെ കൊണ്ടുവന്ന ആ വെടിനിർത്തൽ കരാർ ചീറ്റിപ്പോയിരിക്കുകയാണ്. ശത്രുക്കളുമായി സമാധാന ചർച്ച നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. കരാറുകൾ വലിച്ചെറിഞ്ഞ് ലബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ ഇസ്രായേൽ വീണ്ടും അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശത്തുള്ള ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയായിട്ടുള്ള IDF അപ്രതീക്ഷിത മിന്നലാക്രമണം നടത്തിയത്. തലസ്ഥാന നഗരിയെ നടുക്കിക്കൊണ്ട് വലിയ 3 സ്ഫോടന ശബ്ദങ്ങളാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. തങ്ങൾക്കെതിരെ നടന്ന ഒരു ആക്രമണത്തിന് നൽകിയ ശക്തമായിട്ടുള്ള മറുപടിയാണിതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശത്രുക്കൾ എവിടെ ഒളിച്ചാലും അവരുടെ തലസ്ഥാനത്ത് അവരുടെ സ്വന്തം മടയിൽ കയറി അടിക്കും എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. നമ്മളൊന്നും ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ അവിടെ പ്രാബല്യത്തിൽ വന്നത്. സമാധാനം പുലരും എന്ന് ലോകം കരുതിയ സമയത്താണ് ഇസ്രായേലിനെതിരെ ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്തം പോലും ഔദ്യോഗികമായി ഏറ്റെടുക്കാൻ ഈ സായുധ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ തയ്യാറാകുന്നവർ പ്രത്യാക്രമണത്തെ ഭയക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം. ഇതോടെയാണ് ഇത്തരം സമാധാന കരാറുകൾ കടലാസിൽ മാത്രമുള്ള തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ യാതൊരു മടിയും കൂടാതെ ശക്തമായി തിരിച്ചടിച്ചത്. ഈ സംഭവത്തിന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. ഇത്തരം സായുധ സംഘങ്ങളുമായി ഉണ്ടാക്കുന്ന സമാധാന കരാറുകൾക്ക് യാതൊരു വിലയുമില്ലെന്ന് ഈ സംഭവം അടിവരയിടുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്വന്തം രാജ്യസുരക്ഷ പണയം വയ്ക്കാൻ തയ്യാറല്ല എന്ന ഒരു കരുത്തുറ്റ ഭരണകൂടത്തിന്റെ നിലപാട് കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. രാജ്യത്തിന് നേരെ ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ പോലും ഒത്തുതീർപ്പുകൾക്കില്ലെന്നും അത് പൂർണ്ണമായിട്ടുള്ള സൈനിക നടപടിയിലൂടെ തന്നെ നേരിടും എന്നുമുള്ള ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഈ തിരിച്ചടിയിലൂടെ ഇസ്രായേൽ നൽകുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് വെറുമൊരു സങ്കല്പം മാത്രമായി അവശേഷിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സൈനികമായ മേൽക്കൈ അല്ലാതെ മറ്റൊരു കുറുക്കു വഴിയുമില്ലെന്ന് ഈ തിരിച്ചടി അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.